തിരുവനന്തപുരം ബാലരാമപുരം ബിവറേജസിൽ ഔട്ട്ലെറ്റിൽ മോഷണം. മദ്യം ഉൾപ്പെടെ കവർന്നു. ബിവറേജസിന്റെ വാതിലുകൾ കുത്തി തുറന്നാണ് മോഷണം നടത്തിയത്. ബാലരാമപുരം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അരുൺ മോഹൻ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, ഇതെപ്പോഴായിരുന്നു മോഷണം? പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ്? ഇന്നലെ രാത്രിയായിരുന്നു ഈ ഒരു സംഭവം നടക്കുന്നു എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ദേശീയപാതയോട് ചേർന്നിരിക്കുന്ന ഒരു ബിവറേജസ് ഔട്ട്ലെറ്റാണ് ഈ ബാലരാമപുരം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് ജീവനക്കാർ എത്തിയപ്പോഴായിരുന്നു മോഷണം നടന്നതായി അറിയുന്നത്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻവാതിൽ ഉൾപ്പെടെ തകർത്ത് ഷട്ടറുണ്ട്. ഈ ഷട്ടറിലെ പൂട്ടുകളും വാതിലുകളും ഒക്കെ തകർത്തായിരുന്നു മോഷണം അകത്ത് കയറിയത്. മദ്യക്കുപ്പികൾ ഉൾപ്പെടെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. കാശ് ഇവിടെ സൂക്ഷിച്ചിട്ടില്ല എന്ന് ജീവനക്കാർ പറയുന്നു. ആയതിനാൽ പണം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ വ്യക്തമായ ഒരു അന്വേഷണം പോലീസ് നടത്തി വരുന്നുണ്ട്. അതേസമയം ഈ പറയുന്ന ഔട്ട്ലെറ്റിൽ CCTV സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഈ CCTV ക്യാമറ മാറ്റിവെച്ച് ഈ പറയുന്ന ദിശ തിരിച്ചു വെച്ചതിന് ശേഷമായിരുന്നു മോഷ്ടാവ് കയറിയത്. എന്നിരുന്നാലും കറുത്ത വസ്ത്രവും മുഖംമൂടിയും ധരിച്ച ഒരാൾ ഇവിടെ വരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അയാളെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ ബാലരാമപുരം പോലീസ് നടത്തുന്നത്. ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും ഒക്കെയും സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട്. ഇത് അങ്ങനെ സ്ഥിരമായി ഒരു മോഷണം നടക്കുന്ന, അല്ലെങ്കിൽ ഈ കവർച്ചാ സംഘങ്ങളുടെ ഒരു സാന്നിധ്യമുള്ള ഒരു പ്രദേശമാണോ ഇത്? ഈ വിഷയത്തിൽ പ്രത്യേകിച്ചും ഇതിപ്പോൾ ബിവറേജസ് ഔട്ട്ലെറ്റിലാണ് മോഷണം. ഇവരുടെ ലക്ഷ്യം പണമായിരുന്നോ അതോ മദ്യക്കുപ്പിയായിരുന്നോ? ബാലരാമപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലും ഒപ്പം ഈ പറയുന്ന കേരള അതിർത്തി പ്രദേശങ്ങളിലൊക്കെയും ഈ വീടുകൾ കേന്ദ്രീകരിച്ചും ആരാധനാലയ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മോഷണങ്ങൾ പതിവാണ് എന്നുള്ളത് വ്യക്തമാണ്, നടക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പേ നമ്മൾ ഇത്തരത്തിൽ ചില വാർത്തകൾ നമ്മൾ പങ്കുവച്ചിരുന്നതുമാണ്. പക്ഷേ ഈ അടുത്തയിടെ ഒരു കാണാത്തൊരു കേട്ടുകേൾവിയാണ്, ഇല്ലാത്തൊരു സംഭവമാണ് ബിവറേജസ് കുത്തി തുറന്നുള്ള മോഷണം. അത് തീർച്ചയായും സൂചിപ്പിക്കുന്നത് മദ്യം കവർച്ച തന്നെയായിരിക്കാം ഒരു പക്ഷേ എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഓണ വിപണിയാണ്. ഓണം ലക്ഷ്യമിട്ട് വരുമ്പോൾ സ്വാഭാവികമായും ഇത്തരം സാധനങ്ങൾ കൈവശപ്പെടുത്തി വെച്ചിരുന്നാൽ വൻ വിലയിൽ തന്നെ ഇത് വിൽപ്പന നടത്താമെന്നുള്ള ഒരു ഉദ്ദേശമൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ഈ മോഷ്ടാക്കൾക്ക് കാണുമായിരിക്കാം. എന്തായാലും വിശദമായ ഒരു അന്വേഷണം, അതായത് ഈ പ്രതികളെ കിട്ടിയാൽ മാത്രമേ എന്താണ് ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഈ പറയുന്ന മോഷ്ടാക്കൾക്ക് വേണ്ടിയുള്ള ഒരു വ്യക്തമായ തിരച്ചിൽ നടക്കുന്നുണ്ട്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഇവിടുന്ന് ജീവനക്കാരിൽ നിന്ന് കിട്ടുന്ന ഒരു അറിവ് അനുസരിച്ച് മദ്യമാണ് ഇവിടുന്ന് നഷ്ടപ്പെട്ടത്, മദ്യക്കുപ്പികളാണ് നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ്. അത് എത്രത്തോളം അളവ് പോയെന്നുള്ളത് അവിടുത്തെ സ്റ്റോക്കും മറ്റു വിവരങ്ങളൊക്കെ പരിശോധിച്ചാൽ മാത്രമേ അത് വ്യക്തത അതിന് പറയാൻ കഴിയൂ എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് ജീവനക്കാർ ഈ പറയുന്ന ഇവിടെ സ്ഥലത്തെത്തി അവരുടെ നടപടിയിലേക്ക് മുന്നോട്ട് പോയെങ്കിലും ഈ പരിശോധനാ ഫലം വന്നതിന് ശേഷം എത്രയാണ് നഷ്ടപ്പെട്ടതെന്നുള്ളത് വന്നതിന് ശേഷമേ ബിവറേജ് തുറന്ന് പതിവ് പോലെ പ്രവർത്തിക്കൂ എന്നുള്ള ഒരു അറിയിപ്പ് കൂടെ ഇവർ നൽകിയിട്ടുണ്ട്. അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. ബാലരാമപുരത്താണ് ബിവറേജസിൽ മോഷണം നടന്നത്. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.